ഹലോ, കേരള സിലബസ് ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റാണ് അഞ്ജു ഗർബന്തയുടെ ഗിഡ്കി. ഗിഡ്കി എന്ന് പറഞ്ഞാൽ ജനൽ, വിൻഡോ. എന്തിൻ്റെ ജനലാണ് എന്നൊക്കെ നമുക്ക് കഥയിലേക്ക് പോയിട്ട് നോക്കാം. ഹോഷിയാർപൂർ സേ ഷാദി കെ ബുലാവ ആയാത. ഹോഷിയാർപൂരിൽ നിന്ന് ഷാദി കാ ബുലാവ ആയാത. ഷാദി കല്യാണം, ബുലാവ ഇൻവിറ്റേഷൻ, കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ വന്നിരുന്നു. ട്രെയിൻ സേ ജാന തയ് ഹുവ. ട്രെയിനിൽ പോവാനാണ് തീരുമാനിച്ചത്. തയ് ഹുവ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ദി. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ദി എന്ന് പറഞ്ഞാൽ തണുപ്പ് മെല്ലെ മെല്ലെ മുട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂട്ടാൻ തുടങ്ങിയിരുന്നു. इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. इसलिए അതുകൊണ്ട് സോച്ച ആലോചിച്ചു, ചലോ ഇസ് ബാർ ഇപ്രാവശ്യം എങ്ങനെ പോവാം, എ സി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. എ സിക്ക് പകരം ജനറൽ കോച്ചിൽ യാത്ര ആനന്ദിച്ച് പോവാം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए. എന്താ പറയുന്നത് വെച്ചാൽ, പെഹലെ ആദ്യം, ബീവി എന്ന് പറഞ്ഞാൽ ഭാര്യ, ബച്ചെ കുട്ടികൾക്കും, ജനറൽ സേ ജാനെ പർ ജനറലിൽ യാത്ര ചെയ്യാൻ, കുച്ച് നാരാസ് ഹുയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഫിർ ദോഡീന നാനുക്കുർ കെ ബാത് മാൻ ഗയേ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട്, കുറച്ച് വിസമ്മതത്തിന് ശേഷം മാൻഗേ അവർ റെഡിയായി, അവർ സമ്മതിച്ചു. ദില്ലി സേ ലഗ്ഭഗ് 8 ദണ്ഡേ കാ സഫർ. ദില്ലിയിൽ നിന്ന് ലഗ്ഭഗിലേക്ക് 8 മണിക്കൂറുള്ള യാത്രയാണ്. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, ദണ്ഡേ എന്ന് പറഞ്ഞാൽ മണിക്കൂർ. അപ്പം എവിടേക്കാണ് പോകുന്നത്? ദില്ലിയിൽ നിന്ന് ലഗ്ഭഗിലേക്കാണ് യാത്ര പോകുന്നത് അല്ലേ. നെക്സ്റ്റ്, സീറ്റ് ബുക്ക് ദി. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേശാനി നെഹി ഹുയി. തോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ജ്യാദ അധികം, പരേശാനി ടെൻഷൻ, എക്സ്ട്രാ ടെൻഷനൊന്നും നെഹി ഹുയി ഉണ്ടായിരുന്നില്ല. ബച്ചോനെ ഛട്ട് ഗിഡ്കി വാലി സീറ്റ് ചപ്പഡ്ലി. ബച്ചോനെ കുട്ടികൾ, ഛട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗിഡ്കി വിൻഡോ, ട്രെയിനിൻ്റെ വിൻഡോ ആണ് ഈ കഥയിൽ പറയുന്നത്. ട്രെയിനിൻ്റെ വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ചപ്പഡ്ലി, പെട്ടെന്ന് തന്നെ സ്ഥലം പിടിച്ചു. സാരാ സാമാൻ സെറ്റ് കർ മേം ഓർ പത്നി ബാത്തോ മേം മഷ്ഗൂൽ ഹോ ഗയേ. എന്താണ് പറഞ്ഞത്? സാരാ സാമാൻ, സാരാ സാമാൻ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, സെറ്റ് കർ സെറ്റ് ചെയ്തതിന് ശേഷം, മേം ഓർ പത്നി ഞാനും എൻ്റെ ഭാര്യയും, ബാത്തോ മേ വർത്തമാനത്തിൽ, മഷ്ഗൂൽ ഹോ ഗയേ. മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ മുഴുകിപ്പോയി, വർത്തമാനത്തിൽ മുഴുകിപ്പോയി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അവിടെ നമുക്ക് കാണുന്നത് ട്രെയിനിൽ ഇവിടെ ഭാര്യയും കുട്ടികളുമായിട്ട് ഇയാൾ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ, ഒരു കച്ചവടക്കാരിയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാം. ദീദി ജമ്മു കി ഷോൾ ലേലോ. ദീദി ചേച്ചി, ജമ്മുവിൽ നിന്നുള്ള ഷോളാണ് വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു കച്ചവടക്കാരി വരികയാണ്. ബഹുത്ത് ബണ്ടിയാഹേ, നല്ല ഭംഗിയുള്ള ഷോളാണ്, വാങ്ങിച്ചോളൂ എന്ന് പറയണം. रंग बिरंगी शालों का भारी गटर उड़ाए एक सांवली सलोनी कजरारी आंगों वाली युवती पत्नी को इसरार करने लगी. എന്താണ് പറയുന്നത്? രംഗ് ബിരങ്കി, വിവിധ നിറമുള്ള, ഷാളോങ്ക ഭാരി ഗട്ടർ, ഷാളിൻ്റെ, ഭാരി എന്ന് പറഞ്ഞാൽ ഭാരിച്ച, ഗട്ടർ കെട്ട്, ഉടായെ നിലത്ത് വെച്ചിട്ട്, ഏക്ക് സാംവലി, സാംവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുനിറമുള്ള, സലോനി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കജറാറി ആങ്കോംവാലി കൺമഷിട്ട കണ്ണുകളുള്ള ഒരു യുവതി, പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യയോട് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടപഴകാൻ തുടങ്ങി, വർത്തമാനം പറയാൻ തുടങ്ങി. കിത്തനെ കിഹോ. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ഇത് എത്രയ്ക്കാണ്? അണ്ടായി സൗക്കി. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അണ്ടായി സൗക്കി. അണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5, സൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100. അപ്പോൾ അണ്ടായി സൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 രൂപയ്ക്കാണെന്നാണ് ഷാളിൻ്റെ വില പറയുന്നത്. ഇത്നി മഹങ്കി, ഇത്രയും വിലയോ? ഈ പത്നി ചോദിക്കുകയാണ്, ഭാര്യ ചോദിക്കുകയാണ്, ഇത്രയും വിലയോ?
ज़्यादा पैसा लोगी तो कम कर दूंगी. അപ്പം ഈ സ്ത്രീ പറയാണ്, കച്ചവടക്കാരിയായ സ്ത്രീ പറയാണ്, കുറേ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ പൈസ എന്താ നമുക്ക് കുറയ്ക്കാം. മുझे ദുക്കാൻ ഖോൽനേക്ക് ഹേ ക്യാ. അപ്പം ഈ ഭാര്യ പറയാണ്, എനിക്കിപ്പോൾ എന്തിനാണ് കുറേ ഷോൾ എടുത്തിട്ട്, എനിക്ക് കട തുടങ്ങാനായിട്ടാണോ കുറേ ഷോൾ എനിക്കെന്തിനാ. അപ്പോൾ കച്ചവടക്കാരിയായ ഈ സ്ത്രീ പറയാണ്, ലേലോന എടുത്തോളൂ ചേച്ചി, ബഹനോം ഓർ ബാബിയോം കെ ലിയേ. നിങ്ങൾ കച്ചവടം ഒന്നും തുടങ്ങണ്ട. ബഹനം എന്ന് പറഞ്ഞാൽ സിസ്റ്റർ, ബാബിയോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ ഭാര്യ, അവർക്കാണ് ബാബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ബഹനോം ഓർ ബാബിയോം കെ ലിയേ, അവർക്ക് വേണ്ടി എടുത്തോളൂ. मैंने पत्नी को इशारा किया तो उसने आंखें तरकर मुझे चुप रहने का संकेत दिया. അപ്പം ഈ ഭർത്താവ് പറയാണ്, മേനെ പത്നിക്കോ ഇഷാര കിയ, ഞാൻ എൻ്റെ ഭാര്യയോട് ഇഷാര കിയ, എടുത്തോളൂ എന്നുള്ള രീതിയിൽ എന്താണ് കണ്ണുകൊണ്ടൊരു സൂചന നൽകി. തോ ഉസ്നെ ആംഗം തരർക്ക് മുझे ചുപ് രഹനെ കാ സംകേത് ദിയ. അപ്പം തന്നെ ഈ ഭാര്യ എന്ത് ചെയ്തു, കണ്ണുകൊണ്ട് വില പേശി കൈനിട്ട് പോരെ, പെട്ടെന്ന് തന്നെ 250 സമ്മതിക്കുകയാണോ എന്ന രീതിയിൽ ഈ ഭാര്യ കണ്ണുകൊണ്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന നൽകി. അച്ഛാ 5 പീസ് ലൂ തോ കിത്തനേക്ക് ദോങ്കി. അപ്പം ഈ ഭാര്യ ചോദിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 പീസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയ്ക്ക് തരും, ഒരു പീസിന് എത്ര രൂപ വെച്ചിട്ട് നിങ്ങൾ തരും എന്നാണ് ഭാര്യ ചോദിക്കുന്നത്. 200 रुपये पर पीस ले लेना दीदी. അപ്പം ആ സ്ത്രീ പറയാണ്, 200 എന്ന് പറഞ്ഞാൽ 200 രൂപ, ഒരു പീസിന് 200 രൂപ വെച്ചിട്ട് 5 പീസ് തരാമെന്നാണ് ഈ കച്ചവടക്കാരി പറയുന്നത്. വേണ്ട, 100 रुपये पर പീസ്, 100 രൂപ ഒരു പീസിന് എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് മതി എന്ന രീതിയിൽ ഈ ഭാര്യ വാശി പിടിക്കുകയാണ്. ദീദി 100 तो बहुत कम है. 100 രൂപയ്ക്ക് വളരെ കുറവല്ലേ. ഈ കച്ചവടക്കാരിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. कहते हुए उसका गला रूंध गया और उसकी कजरारी आंखें भर गई. कहते हुए പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്ക ഗല റൂന്ത് ഗയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗല റൂന്ത് ഗയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരിക. ഓർ ഉസ്കി കജറാരി ആംഖേं ഭർ ഗയി, അങ്ങനെ അവളുടെ കണ്ണ് എഴുതിയിട്ടുള്ള കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്, കണ്ണീര് വന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പേജ്. ചൽ ന തേരി ന മേരി ടേറ്റ് 100 per പീസ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അതിനാണ് ന തേരി ന മേരി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതുമല്ല നീ പറഞ്ഞതുമല്ല. ടേറ്റ് 100 per പീസ്, ഒരു പീസിന് 150 വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ, ടേഡ് എന്ന് പറഞ്ഞാൽ 1.5, 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100, 1.5 × 100 150, ഒരു പീസിന് 150 വെച്ചിട്ട് ഇവരങ്ങനെ ഉറപ്പിക്കുകയാണ്. അച്ഛാ ദീദി, ശരി ചേച്ചി. ടീക്ക് ഹേ ലോ രംഗ് പസന്ത് കർ ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറമുള്ള ഷോൾ എടുത്തോളൂ എന്നാണ് പറയുന്നത്. കുച്ച് സോച്തേ ഹുए ഉസ്നെ കഹാ ഓർ കട്ടർ പത്നി കെ സാമനെ സർക്കാ ദിയ. കുറച്ച് ആലോചിച്ചതിന് ശേഷം അവൾ പറഞ്ഞു, എന്നിട്ട് അവരെന്താണ്, ഗട്ടർ കെട്ട്, പത്നിക്കോ സാമന സർക്കാ ദിയ, കെട്ട് പത്നിയുടെ ഭാര്യയുടെ അടുത്തേക്ക്, സാമനെ അടുത്തേക്ക്, സർക്കാ ദിയ നീട്ടി വെച്ചു. പത്നിനെ 5 ഷോളം अलग कर ली और मेरी ओर देख रुपये देने का इशारा किया. പത്നിനെ 5 ഷോളം अलग कर ली, അങ്ങനെ ഭാര്യ 5 ഷോളും വേറിട്ടെടുത്തു. അലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറിട്ടെടുക്കാം. ഓർ മേരി ഓർ ദേഖ് റുപ്പേ ദേനെ കാ ഇഷാര കിയ, എന്നോട് പൈസ കൊടുക്കാൻ വേണ്ടി എന്നെ നോക്കി സൂചന നൽകി. മേനെ ചട്ട് 750 रुपये നിക്കലാക്കർ ദേ ദിയ. മേനെ ഞാൻ, ചട് പെട്ടെന്ന് 750 രൂപ നിക്കലാക്കർ സെറ്റിൽ ചെയ്തു. ഉസ്കി ജാനെ കെ ബാദ്, അവൾ പോയതിന് ശേഷം രാസ്തേ ബർ പത്നി കി സുയി ഇസി ബാത് പർ അട്കി രഹി. രാസ്തയിൽ, വഴിയിൽ പത്നി, ഭാര്യയുടെ ചിന്ത മുഴുവനും ഈ വർത്താനത്തിലായിരുന്നു. എന്താ ചിന്തിക്കാൻ കാരണം നോക്കാം. വോ ഏക് ബാർ മേ ഹി 150 ബാൻ ഗയി.
ഞാൻ ഒരു വട്ടം 150 എന്ന് പറഞ്ഞ സമയത്ത് അവൾ 150 സമ്മതിച്ചു അല്ലേ. പിന്നെ ഇനിയും ഞാൻ കുറച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എന്താണ് അവൾ സമ്മതിച്ചേനെ അല്ലേ. ഗൽത്തി കി തോടാ തോൽ മോൽ ഓർ കർണ ചായേതാ. തെറ്റ് പറ്റിപ്പോയി, കുറച്ചും കൂടി എന്താണ് തോൽമോൽ വിലപേശാമായിരുന്നു. തോൽമോൽ എന്ന് പറഞ്ഞാൽ വിലപേശാം. അങ്ങനെ യാത്രയിലുടനീളം ഭാര്യ ആലോചിക്കുന്നത് ഇതാണ്. ഓർ മേരി സുയി, എൻ്റെ ചിന്തയോ. ഇവിടെ ഭർത്താവാണ് കഥ പറയുന്നത് അല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ ചിന്ത എന്തായിരുന്നു? അതീത് മെയിൻ ജാ അഡ്കി ഹേ. അതീത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ മുഴുകിയിരിക്കുകയായിരുന്നു, എന്തോ കഴിഞ്ഞു പോയ കാര്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്താണത്? ബേട്ടിക്കോ ഗോദ് മേം ബിട്ടാ റേൽഗാഡി കി ഖിഡ്കി സേ ചാക്താ മേം സോച്ച് രഹാ താ. ബേട്ടിക്കോ മകളെ ഗോദ് മേം ബിട്ടാ മടിയിൽ ഇരുത്തി, റേൽഗാഡി കി ഖിഡ്കി തീവണ്ടിയുടെ ജനലിലൂടെ, ചാങ്ക്ത എത്തി നോക്കുക. അപ്പം തീവണ്ടിയുടെ ജനലിലൂടെ എത്തി നോക്കിക്കൊണ്ട്, മേം സോച്ച് രഹാത ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. മേരെ പിതാ ബി റേൽഗാഡി മേം സാമാൻ ബേച്ച് ജബ് ധക്കെ ഹാരെ പർ ആത്തെ. എൻ്റെ പിതാവും ഇതുപോലെ റെയിൽഗാഡിയിൽ എന്താണ് സാധനം ഇങ്ങനെ വിറ്റിട്ട്, സാമാൻ ബേച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വിൽക്കുക. ജബ് ധക്കെ ഹാരെ ഗർ ആത്തെ ഹേ. എങ്ങനെയാ പിതാജി വരാറ്? ധക്കെ ഹാരെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടല്ലേ. തോ ഉൻകി ആങ്കെ മേ ബി വഹി നമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെ അതേ കണ്ണുകളിൽ കാണുന്ന അതേ ആർദ്രതയായിരുന്നു ആ സ്ത്രീയിലും ഞാൻ കണ്ടത്. നമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർദ്രത, തളർച്ച. ജോ അബ് ഉസ് യുവതിക്ക് ആങ്കോ മേതി. ഇന്ന് കണ്ട ആ യുവതിയുടെ കണ്ണിൽ കണ്ട അതേ ഒരു തളർച്ച എന്താണ് എൻ്റെ പിതാവിലും ഞാൻ അന്ന് കണ്ടിരുന്നു എന്നാണ് ഈ ഭർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീ വിലപേശുന്ന സമയത്ത് ഭർത്താവ് പെട്ടെന്ന് വിലപേശാൻ നിൽക്കാതെ കൊടുത്തോളൂ എന്ന് ഭാര്യയോട് ആംഗ്യം കാണിക്കുന്നത്. ഇത്രയാണ് ഈ ലഘുകഥയുള്ളത്.